നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വിഷയം 2024 വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ വന്ന് ഭവിക്കുന്നത്, അല്ലെങ്കിൽ ജാതകന് ബലമായിട്ടുണ്ടാകുന്നത് എന്ന് നോക്കിക്കാണുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. 2024 ഏപ്രിൽ മാസം, കൊല്ലവർഷം 1199, മീനം മുതൽ മേടൻ വരെ. രാഹുവിൻ്റെ സഞ്ചാരം മീനൻ രാശിയിൽ രേവതി നക്ഷത്രത്തിൻ്റെ 2ാം പാദത്തിൽ, കേതുവിൻ്റെ സഞ്ചാരം കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലുമാണ്. ഏപ്രിൽ ആദ്യവാരത്തോടു കൂടി ബുധൻ മേടരാശിയിൽ നിന്നും വക്രഗതിയിൽ സഞ്ചരിച്ച് വീണ്ടും നീചരാശിയായ മീനം രാശിയിലെത്തുന്നു. ഏപ്രിൽ ആദ്യവാരം മുതൽ അവസാന വാരം വരെ ബുധന് മൗഢ്യം ഉള്ളതുകൊണ്ട്, അതായത് ഈ സമയത്ത് ബുധൻ വക്രമൗഢ്യാവസ്ഥയിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് ഗ്രഹസഞ്ചാരങ്ങളാണ് ഈ മാസത്തിലെ. ഇത് ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. സ്വന്തമായി ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടത്ര ലാഭം, ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടത്ര ലാഭം ഉണ്ടാവുകയില്ല. ബിസിനസ്സിൽ ചെറിയ ലാഭത്തിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം എന്നുള്ള കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ബിസിനസ് പരമല്ലാതെ ഔദ്യോഗികമായി ജോലിയിൽ നിൽക്കുന്നവർക്ക്, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിയായിട്ട് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് മെച്ചം ഉണ്ടാകുന്നൊരു സമയമാണ്. ബിസിനസ്സിൽ മാത്രമാണ് കുറച്ച് ഇടിവ് സംഭവിക്കുന്നത്. കൂടാതെ വലിയ മുതൽ മുടക്കോടുകൂടിയ സംരംഭങ്ങൾ ഇപ്പോൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിസിനസ് പരമായിട്ടാണ്. അങ്ങനെ കാശ് ഒരുപാട് ചിലവാക്കിയിട്ടുള്ള സംരംഭങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് എത്തുകയോ അല്ലെങ്കിൽ അതിനുള്ള ലാഭങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നതായിരിക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഈ സമയത്ത് ഉഷ്ണരോഗങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ശാരീരികമായ അലട്ടലുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. പിതാവിൻ്റെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുസ്ഥാനീയരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വരുന്ന ഒരു പ്രധാന പ്രശ്നം. അതിന് ഏത് രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാലും അത് ചെവിക്കൊള്ളുകയില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ പ്രസംഗിക്കുവാൻ അവസരം കിട്ടുന്നത് പ്രയോജനപ്പെടുത്തും. കിട്ടുന്ന സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിൽ, വിവാഹാദി മംഗളകാര്യങ്ങളിൽ, ബന്ധുക്കളുടെ വിവാഹാദി മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. തുലാക്കൂറുകാർക്ക് യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. എന്നാൽ കുടുംബകാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായേക്കില്ല എന്നുള്ളതും ഇതിൽ വേറൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യുമെങ്കിലും കുടുംബത്തിൽ വേണ്ടത്ര സമയം കണ്ടെത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മെനക്കെടുകയില്ല എന്നുള്ളതാണ്. രഹസ്യ നിലപാടുകളും നീക്കങ്ങളും പരസ്യമാക്കുന്നതിനാൽ മനോവിഷമം കൈവരാൻ സാധ്യതയുണ്ട്. മകൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ വർദ്ധിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാവുന്നതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാകും. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ തുടർന്ന് അധികൃതരുടെ പ്രീതി നേടുവാൻ സാധിക്കും. കാര്യകാരണസഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂലമായ പ്രതികരണം വന്നു ചേരും. പരീക്ഷകളിൽ അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ
ആത്മതൃപ്തി ഉണ്ടാകും അല്ലെങ്കിൽ അനുഭവപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ആധ്യാത്മികമായും ആത്മീയ ചിന്തകളും ഉള്ള സേവനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും വഴിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സഹകരിക്കുവാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും എന്നുള്ളത് ഈ അവസരത്തിൽ പറയുന്നു. സംഗീതം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ നിൽക്കുന്നവർക്കും കലയും കായിക രംഗങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. അവഗണിക്കപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമുണ്ടാകും. അധികാരപരിധി കൂടുന്നതിനാൽ അല്ലെങ്കിൽ ജോലിഭാരം കൂടുന്നതിനാൽ മറ്റ് ജോലിക്കാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കൂടെ നിയമിക്കാനുള്ള ഒരു സാഹചര്യം വരും. പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിത്തരും എന്നുള്ളതാണ്. വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ രേഖകളൊക്കെ വിദഗ്ധമായി പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുകൂടി പറയുന്നു. ജാതകരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില സമയത്ത് വലിയ ആശങ്കകൾ അവസാനിച്ച് കിട്ടുന്നതാണ്. ബിസിനസ്സിൽ നേരിടുന്ന തടസ്സങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നീങ്ങിക്കിട്ടാനാണ് ചാൻസ്. എന്നാലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ചില ജോലികൾ ഈ മാസത്തിൻ്റെ 2ാം വാരത്തിൽ തന്നെ പൂർത്തിയാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വസ്തുസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിയമപരമായി നീങ്ങുന്നതിന് മുൻപ് സമാധാന ചർച്ചയിലൂടെ പരിഹാരം കാണുവാൻ ശ്രമിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വസ്തു, ഗൃഹം എന്നിവ വാങ്ങിക്കുന്നതിലേക്കായിട്ടുള്ള രേഖകൾ വിദഗ്ധമായി പരിശോധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കോടതി കേസ് കാര്യങ്ങളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതിനു മുമ്പ് സമാധാന ചർച്ചകൾ ആവാം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ സാമ്പത്തിക നേട്ടത്തിനോ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ചില വലിയ പ്രോജക്റ്റുകളുടെ ഭാഗമാകാനും അവസരം ലഭിക്കും എന്നുള്ളതാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ അധിക വരുമാനം സ്രോതസ്സുകളിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ചില കരാറുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതും വളരെ വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് കടക്കുക. ബിസിനസ് വിപുലീകരിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കുമ്പോഴും അതിൽ ബലം കിട്ടുമോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് ഉള്ള കാര്യവും നല്ല രീതിയിൽ ആലോചിക്കുക. കുടുംബാംഗങ്ങളുടെ ചില നേട്ടങ്ങൾ വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടുവരും. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. സാമൂഹിക സേവനങ്ങൾ നടത്തുന്നവരുടെ ബഹുമാനം വർദ്ധിക്കും. ഈ രീതിയിലൊക്കെയാണ് വിശാഖ നക്ഷത്രത്തിന് 2024 ഏപ്രിലിലെ വിഷുഫലം അനുഭവത്തിൽ വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.